ഹലോ ഗായ്സ്, ഒരുപാട് നാളായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വന്നിട്ട്. ടൈമില്ല ഗായ്സ്, ഡ്യൂട്ടി കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്നൊരു ഔട്ടിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ഷിപ്പിൽ കയറാൻ പോവാണ്, നിങ്ങളെയും കാണിക്കാം. ഓക്കെ, എൻജോയ്. കേട്ടോ, ഞങ്ങൾ കയറാൻ പോകുന്ന ഷിപ്പിൻ്റെ ചുണ്ട് കിടക്കുന്നുണ്ടോ, അതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, അങ്ങോട്ട് നടക്കുക, താഴോട്ട് നടക്കുവാണേ. കാണിച്ചു തരാവേ. ഹലോ ഗായ്സ്, ഞങ്ങൾ കണ്ട് തിരക്ക് പിടിച്ച് പോവാണേ, സ്പീഡിൽ പോവാ. ഇവിടെ എല്ലാം കപ്പലുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു, ഇതിൻ്റെ പുറകിൽ ഒരെണ്ണം കിടക്കുന്നു. അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അവർ ഞങ്ങളെ കപ്പലെ കയറ്റാനായിട്ട് ഈ കപ്പലാണ് കേട്ടോ, ഈ കപ്പലിലാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇത് കയറി വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. അവർ നമ്മളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കപ്പലെ ജോലി ചെയ്യുന്നവരാണ്. ഓക്കെ, അവർ പാസ് കാര്യങ്ങളെല്ലാം എടുത്തും വെച്ചാൽ അവർ പാസ് ഒക്കെ എടുത്ത് നമ്മൾ അതിനെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തതാണ്. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അവിടെ ചെന്നും വെച്ച് അതിനകത്തെ വീഡിയോകളും കാര്യങ്ങളും കാണിക്കാം കേട്ടോ. ഓക്കെ, ഹലോ, അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ സമയമില്ല, ഞങ്ങളെ വെയിറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഷിപ്പ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊന്നും എഡിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ. കണ്ടോ, കപ്പൽ കണ്ടോ, വേണ്ടൊരു കുതിരവണ്ടി കിടക്കുന്നു. ഈ കപ്പലിലാണ് കയറാൻ പോകുന്നത്. ക്രൂസാ. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ അവിടെ നിൽപ്പുണ്ട്. ഓരോ ആൾക്കാരെ കൊണ്ടുവരുന്ന ബസ്സാണ്. കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെ കൊണ്ടുപോകാനും ആൾക്കാരെ കൊണ്ടുവരാനും ആയിട്ടൊക്കെയുള്ള ബസ്. ഇതെല്ലാം ഓരോ പാക്കേജാണ്, ഓരോ പാക്കേജ് വെച്ചാണ്. ഇതാണ് നമ്മുടെ കപ്പൽ. ഇതിങ്ങനെ കണ്ടാൽ ഇതാണ് റോണിമോൻ. റോണി ഒരു ഹായ് ഒട്ടേ. റോണി ഇതാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ റോണിയെ കണ്ടു. ഇനി നമുക്ക് കപ്പലിലോട്ട് കയറാൻ പോകാം. ഇത് കപ്പലിനകത്ത് ഞങ്ങൾ കയറാൻ പോകണേ. അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ആണേ കപ്പൽ. നമ്മളെ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ ആണ്. ഡ്യൂട്ടി ഫ്രീ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഷിപ്പാണ് കേട്ടോ, ക്രൂയിസ്. എൻ്റെ പേര് കണ്ടോ, പേര് വായിച്ചോ. ഒന്ന് പറഞ്ഞേര്. വെൽക്കം ടു MSC Splendida. ഇതാണ് MSC Splendida. ഇത് വന്നിട്ട് ഏകദേശം 3700 പാസഞ്ചർ കപ്പാസിറ്റി ഉള്ള ഷിപ്പാണ്. പ്ലസ് 1200ഓളം ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഗൈസ്, ഈ ഷിപ്പിലാണ്, ക്രൂയിസ് ആണ്. ഇതിലാണ് കയറാൻ പോകുന്നത്. ഞങ്ങളെല്ലാം ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. വേണ്ട ഷിപ്പേ ജോലി ചെയ്ത നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. റോണി, ഷിപ്പിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഇത് MSC Splendida. MSCയുടെ ഒരു ഏകദേശം ഒരു 10-15 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു ഷിപ്പാണ്. 40-20 വർഷത്തോളം പഴക്കമുള്ള ഷിപ്പാണ്. ഇത് വന്നിട്ട് 3800ഓളം പാസഞ്ചർ കപ്പാസിറ്റി ഉള്ള ഷിപ്പാണ്. പ്ലസ് 1200ഓളം ക്രൂ ഉണ്ട്. അപ്പം ഇത് നമ്മളിപ്പം സെയിൽ ചെയ്യുന്നത് മെയിൻലി യൂറോപ്പിലാണ്. യൂറോപ്പിലെ 7 ദിവസത്തെ സെയിലിംഗ് ആണ് നടത്തുന്നത്. അതിനുള്ള 6 പോർട്ടും ഒരു സീ ഡേയുമാണുള്ളത്. ഇന്നിപ്പം നമ്മൾ മാൾട്ടയിൽ വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടുന്ന് വൈകിട്ട് ഈവനിങ് ഒരു 6 o'clock കൂടി നമ്മൾ ഇവിടുന്ന് വീണ്ടും തിരിച്ച് അടുത്ത പോർട്ടിലോട്ട് പോകുന്നതാണ്. നാളെ അറ്റ്സി ആണ്. പിന്നെ അതിനടുത്ത ദിവസം ബാർസലോണയാണ്. ഇനിയിപ്പം അടുത്ത
അടുത്ത പോർട്ട് എന്ന് പറയുന്നത് ബാർസലോണയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉള്ളത് കൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഷിപ്പിന് പുറത്ത് വന്നേക്കുന്നതാണ്. നമുക്കപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നേരിട്ട് കാണാം. ഇതെന്തുവാ ഗായ്സ്, ഒന്ന് നോക്കിയേ. നമ്മുടെ എത്ര നല്ല കെട്ടിടത്തിൻ്റെ പൊക്കം വരും. ഞാൻ ഇങ്ങനെ പിടിച്ചാലും ഒന്നും കാണുന്നില്ല. നോക്കിയേ, ഇത് കണ്ടോ, ഒരു ഷിപ്പ് എത്ര നല്ല പൊക്കമാണെന്നുള്ളത് കണ്ടോ. ഷിപ്പ് നമുക്ക് ക്യാമറയ്ക്കകത്ത് കിട്ടത്തില്ല. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇങ്ങനെ പിടിക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് കിട്ടുന്നു. ആ, ഞങ്ങൾ പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാസ് ഇങ്ങനെ പാസ്സൊക്കെ എടുത്ത് ചെക്കിംഗ് ഒക്കെ. പാസ് കാണിച്ചടി, എൻ്റെ നിൻ്റെ പാസ് കാണിയത്. പാസ്സൊക്കെ എടുത്ത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ആ, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ ഷിപ്പിലോട്ട് കയറാനായിട്ട് കണ്ടോ, റോണിയും കണ്ണനും ഫ്രണ്ടേ നടക്കുന്നു. ഞങ്ങളിത് കയറാനും ഇതുപോലെ തന്നെ ഷിപ്പിൽ വരുന്ന ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അത് കുറേ ഫ്രണ്ട്സാണ് എനിക്കുണ്ട്. അവരെല്ലാം വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും. പക്ഷേ ഇപ്പോൾ റോണിയാണ് നമുക്ക് ഇങ്ങനെ ഷിപ്പിൽ കയറാനായിട്ടും ഒക്കെയുള്ളൊരു അവസരം നമുക്ക് ഒപ്പിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളത് നേരത്തെ പറയണം അവരോട്. പറഞ്ഞാലേ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഷിപ്പിലോട്ട് കയറാൻ പോവുക കേട്ടോ. ഇതാ ഷിപ്പിലോട്ട് കയറുന്ന എൻട്രി ആണേ. ഹലോ 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 ഗായ്സ്, ഫൈൻ, ഗുഡ്, ആൻഡ് യു? ഗുഡ് ഡേ. ഞങ്ങൾ ഷിപ്പിൽ കയറും കേട്ടോ. ഷിപ്പിലോട്ട് കയറുക. ഇവിടെ കുറേ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം കഴിച്ചു വെച്ച് കാണിക്കാവേ. എടി, എൻ്റെ ഇത് നിൻ്റെയിലാണേ. Thank you so much. കണ്ണങ്കേറി. ഞങ്ങളുടെ ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞു. ഞങ്ങൾ വേണ്ട ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ കയറുന്ന പോലെ തന്നെ സെയിം ഇങ്ങനെ ഇത് കപ്പലിനകത്താണ് കേട്ടോ. കപ്പലിൽ കയറിയുണ്ടോ, കണ്ണൻ വരുന്നുണ്ടോ, കണ്ണനെ റോണി. ഇതാണ് നമ്മുടെ ഗാംഗയാണ്. നമ്മുടെ ലിഫ്റ്റിൽ കാണുന്നത്. കൂടിയാണ് നമ്മൾ അടുത്ത ഡെക്കുകളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ അടിയിലോട്ട് ഇനിയും വേറെ 2 ഡെക്കുകളും കൂടിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്രൂ ക്യാബിൻസ് ആണ്. ഇത് ഞങ്ങൾ ഷിപ്പിനകത്ത് കയറി കേട്ടോ. ഷിപ്പിനകത്ത് അകത്ത് സ്പായാണ് ഇത് കേട്ടോ. അത് എന്നെക്കാളിലും കൂടുതലായിട്ട് വേണ്ട. റോണി ഒന്ന് പറഞ്ഞു കൊടുത്തേ. റോണി ഈ സാധനങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. ഗസ്റ്റിനുള്ള സ്പായാണ് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് അതിൻ്റെ ഉള്ളിൽ. ഈ ഒരു സൈഡ് മൊത്തം അതിൻ്റെ ഉള്ളിൽ ബ്യൂട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ ബാക്കി ബോഡി ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ണൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ക്രൂസൈഡിന് ഏതാണ്ട് കല്യാണം കഴിക്കാനുള്ള പരിപാടിയാണ് കണ്ണൻ്റെ. എനിക്ക് ഇത് റോണി ഈ കപ്പലിനകത്ത് കയറുമ്പോൾ ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തേ, ഞാനൊന്ന് കാണട്ടെ. സാധാരണ അവിടെ ഇതൊരു പൂളാണ്. ഇതിൻ്റെ അപ്പുറം ഇനിയും വേറെയും പൂളുകളുണ്ട്, ചെറിയ പൂളുകൾ. ഇതൊരു വലിയൊരു പൂളാണ്. ഇതൊരു പൂള്. പിന്നെ ഇതിനകത്തൊരു ബാറ്. നിങ്ങളുടെ ഇത് ബാറാണ്. കൗണ്ടറ് കാര്യങ്ങള് എന്താ ബാറാണ്. ഉണ്ടോ?
ഇത് ഷിപ്പിന്റെ ഏറ്റവും താഴത്തെ നിലയാണ് കേട്ടോ. മറ്റേ അവിടെ ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അവരെയൊന്നും എടുക്കില്ല. അതാണ് ഞങ്ങൾ ഷിപ്പിനകത്ത് കയറി വെച്ച് താഴോട്ട് നോക്കിയതുകൊണ്ടോ ഷിപ്പിനകത്ത് കയറി വെച്ച് മാട്ടയിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഉണ്ടോ വേറെ ചെറിയ വേറൊരു ഷിപ്പ് കിടക്കുന്നു, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കിടക്കുന്നുണ്ടോ. എന്താ എന്തോരോ താഴെയാന്ന് നോക്കിയിട്ട്, ഒരുപാട് താഴെ. ഷിപ്പിനകത്താണ്. റോഡി ക്യാമറയ്ക്ക് മുന്നേ നോക്കി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഓഡിയൻസിനും കൂടെ കാണാമായിരുന്നു, കേൾക്കായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം സാധാരണ പൊതുവെ പുറമേ ഉള്ള ഒരാൾ വന്ന് ഇവിടെ വന്ന് കയറുമ്പോൾ അവർക്ക് ആർക്കും ഒരു ഷിപ്പിനകത്ത് കയറിയ ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. സാധാരണ ഒരു ലാൻഡിലുള്ള എവിടെയെങ്കിലും ഹോട്ടലോ അല്ലെങ്കിൽ മാളോ ഒക്കെ പോലെ തോന്നുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ ഫീലിംഗ് വരണമെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യണം. അപ്പോൾ ഇത് ഡോക്ക് ചെയ്തിട്ടേക്കാം. സെയിൽ ചെയ്യുമ്പോഴാണ് ഷിപ്പിൻ്റെ വേന മണ്ടയ്ക്കോട്ട് കയറുവാണേ, ഒരു സ്റ്റെപ്പാണേ. ഷിപ്പിൻ്റെ ഏറ്റവും മണ്ടയാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ മണ്ടയ്ക്കോട്ട് കയറുക. വെയില ഏറ്റവും മണ്ട തന്നെ. അപ്പോൾ അവരൊക്കെ കയറി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഷിപ്പിൻ്റെ ഏറ്റവും മണ്ട കയറിയുണ്ടോ, അതാണ് ഷിപ്പിൻ്റെ ഏറ്റവും മണ്ട. റോണി ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനിപ്പോൾ നാളെ മറ്റന്നാൾ സ്പെയിൻ ബാർസലോണ. അതെ അതെ. ഇന്നിപ്പം ഇവിടുന്ന് വൈകിട്ട് ഈവനിങ് ഒരു 6 o'clock എടുത്തു കഴിഞ്ഞിട്ട് നാളെ ഫുൾ അച്ചീവാണ്. നാളെ ഇവിടെ ഡോക്ക് ചെയ്യില്ല. അതിനുശേഷം മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ഞങ്ങൾ ബാർസലോണ ഡോക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഗായ്സ് ഇതാണ്, നോക്കൂ. ഷിപ്പിൻ്റെ ഏറ്റവും മണ്ട കയറി, ഏറ്റവും മണ്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കണ്ടോ, കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഷിപ്പിൻ്റെ സാറ്റലൈറ്റ്സ് ഇത് ചെയ്യുന്ന ഇതാണ്. ആ ബോൾസ് പോലെ കാണുന്നില്ല ഫ്രണ്ടിൽ. ഒരു മിനിറ്റ് ഇത് ഈ കാണുന്ന സാധനം. അതെ ബോൾസ് പോലെയുള്ള 4 ഇതില്ലേ, ഡൂംസ്. അത് സാറ്റലൈറ്റ് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത് ഇതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഒരു പുറത്തേക്ക് ഇത് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഇത് കണ്ടോ, ഒരു കോർണർ കണ്ടോ. ഇത് അത് വന്നിട്ട് ഇതിൻ്റെ ബ്രിഡ്ജ് എന്ന് പറയും. അതായത് നാവിഗേഷൻ ബ്രിഡ്ജാണ്. അവിടെയാണ് കൺട്രോളിംഗ് സെൻറ്റർ എല്ലാം ഉണ്ട്. ഷിപ്പിനെ നാവിഗേറ്റ് ഷിപ്പിന്റെ സൈഡും കാര്യങ്ങളൊക്കെ അറിയാനും പിടിക്കാനൊക്കെ അല്ലേ. അവിടെ അതിനുള്ളിലാണ് ഫുൾ ഓഫീസേഴ്സ് ഇരുന്നിട്ട് നാവിഗേറ്റ് ചെയ്യുന്നത്. ഷിപ്പ് ഓടിക്കുന്നതും എല്ലാം ഇതുപോലെ തന്നെ റോഡി. എൻ്റെ ഒരു സംശയം, ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ടോ? അപ്പുറത്തെ സൈഡിലുണ്ട്, 2 സൈഡിലും ഉണ്ട്. ഓക്കെ കാണാനായിട്ടാണ് ബൾജ് ചെയ്ത് കൊടുത്തത്. കണ്ണൻ്റെ തലേന്ന് മാറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാകും. ഇത് ഓക്കെ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മണ്ടയിലാണ്, ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ടോപ്പ്. അത് ഞങ്ങൾ പിന്നെ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. 15ാമത്തെ ഡെക്ക്. അതായത് 15ാമത്തെ ഡെക്ക് എന്ന് പറഞ്ഞാൽ 15ാമത്തെ നില. 15ാമത്തെ നില, ഷിപ്പിൻ്റെ 15ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ 15 നിലയും 20 നിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ക്യാമറ മൊബൈൽ പിടിച്ചാലേ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടോ. ചെറിയ വോട്ടൊക്കെ പോകുന്നുണ്ടോ. ഇതെന്തോ ഇത് വാട്ടർ റൈഡാണ്. അയ്യോ, അത് കാണിക്കണമല്ലോ. അതിന് മണ്ടയ്ക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. മണ്ടയ്ക്കോട്ട് കയറണം. വേണ്ട കയറണ്ട. ഒന്ന് മാറിക്കൂടി, ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. റോണി ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ ബോട്ട് എന്ന് പറയുന്നത്. റോണി ഇതല്ലല്ലോ റോണി ലൈഫ് ബോട്ട്. ലൈഫ് ബോട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 19ഓളം ലൈഫ് ബോട്ടുണ്ട്. അപ്പോൾ ഈ ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ഫയറോ അല്ലെങ്കിൽ വേറെ ഷിപ്പുമായിട്ട് വല്ല കൂട്ടിയിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ചെറിയ ബോട്ടുകളിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ലൈഫ് ബോട്ടാണ്. അപ്പം ഇത് വന്നിട്ട് ഇത് അതുപോലെ ഒരു നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റൈഡാണ്, വാട്ടർ റൈഡാണ്. ഇതിലുള്ള വാട്ടർ ഫ്ലോ ഉണ്ട്. അതുപോലെ നമുക്ക് മേളിൽ നിന്ന് കയറിയിട്ട് സ്ലൈഡ് ചെയ്ത് ഇവിടെ താഴെ വരാവുന്നത്. മെയിൻലി കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. കിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈഡ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇതിലുള്ള ചെറിയൊരു ഫുട്ബോൾ കോർട്ടുണ്ട്, അതുപോലെ ഒരു ഗോൾഫിൻ്റെ ചെറിയ കോർട്ടുണ്ട്, അതുപോലെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി കാണാം. ബാഡ്മിൻ്റൺ കോർട്ടോ? അതായത് ഫുട്ബോൾ കോർട്ട്. ബ്രോ ഗായ്സ്, അതാണ്ട് ഫുട്ബോൾ കോർട്ടും ബാഡ്മിൻ്റൺ കോർട്ടും ഒക്കെ കാണിക്കാം കേട്ടോ. അത് കാണിക്കാനായിട്ട് സ്റ്റെപ്പ് കയറുവാണ്. പിന്നെ ഏറ്റവും ടോപ്പിൽ കയറി എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും ടോപ്പിലത്തെ വേറൊന്നും കൂടെ കയറണമെന്ന് പറയാം. അത് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ വണ്ടൊക്കെയാണ്. നോക്കട്ടെ. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഉച്ചി വന്നെന്ന് പറഞ്ഞ പോലെ കപ്പലിൻ്റെ ഉച്ചി വന്ന് കയറി. ഹലോ, ഇതൊക്കെ ഗസീബോസ്. ഓരോരുത്തർക്കൊക്കെ കണ്ടോ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ കണ്ടോ. ഇത് ബാത്താണ്, ദേഹമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ടുള്ളൊരു ബാത്താണ്. ഇത് ചെറിയൊരു മിനി ബാറാണ്, അങ്ങനെ വേണേൽ പറയാം. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ നോക്കട്ടെ. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കാര്യങ്ങൾ. സ്റ്റെപ്പ് കയറണം കേട്ടോ, ഒരു 5-6 സ്റ്റെപ്പ്. ഒരു ചെറിയ ഏറ്റവും മണ്ടയ്ക്ക് കണ്ടോ ചെറിയൊരു സ്വിമ്മിങ് പൂള്. ഇത് കണ്ടോ ഗൈസ്, ചെറിയ കൊച്ചു പിള്ളേർക്കുള്ള സ്വിമ്മിങ് പൂളാണ് കേട്ടോ. കാണാമോ? കൊച്ചു പിള്ളേർക്കുള്ള സ്വിമ്മിങ് പൂള്. കപ്പലിൻ്റെ ഏറ്റവും ടോപ്പാണ് കേട്ടോ. കപ്പലിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് കണ്ടോ, ഇതാണ് ഏറ്റവും മണ്ട. ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അടിപൊളി. കപ്പലിൽ കയറി നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. നമ്മൾ കപ്പലിൽ കയറി. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർ പറയും നമുക്ക് പൊങ്ങച്ചോ കാര്യങ്ങളാ. ഇത് പൊങ്ങച്ചോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴും നമ്മളൊക്കെ ഒത്തിരി പട്ടിണി കിടന്ന് ജീവിച്ചവരാണ്. നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കൂട്ടുകാരന്മാരെ ഉള്ളപ്പം അങ്ങനെയൊക്കെ കാണിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്നത്. അതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മളും ആദ്യമായിട്ട് തന്നെയാണ് ഈ കാണുന്നത്. അത് നമ്മൾ കണ്ട കാര്യങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കുന്നു. ഓക്കെ, ഹലോ. ഞാൻ ഇതിനകത്ത് കപ്പലിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് വന്നു കേട്ടോ. ഏറ്റവും മണ്ടയ്ക്ക് വന്നു വെച്ചാൽ എൻ്റെ ഇവിടെ കൊച്ചു പിള്ളേർക്കുള്ള ചെറിയൊരു സ്വിമ്മിങ് പൂളാണ്. ഒന്ന് കാണിച്ചടിയത് ഏറ്റവും ടോപ്പാണ്. ക്രൂസൈഡിൻ്റെ ഏറ്റവും വലിയ ടോപ്പ്. അതിൻ്റെ മണ്ടയ്ക്ക് നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ. അടിപൊളിയാണ്. എത്ര നല്ല ബിൽഡിങ്ങിൻ്റെ ഒക്കെ മണ്ടയുടെ പൊക്കമുണ്ട്. കപ്പലിൻ്റെ പോക്കം എല്ലാത്തൊന്ന് പുക പോകുന്നതാണ്. ഇതാണ് ചെറിയ, ഞാൻ പറഞ്ഞില്ല ചെറിയ ഒരു ബാറെന്ന് പറഞ്ഞു. ഇതിൻ്റെ മണ്ടയ്ക്ക് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ വെക്കാടി മറ്റേത് ഇത് ഇല്ല.
ബീറുകൾ, നമ്മുടെ പെപ്സി, ലെമൺ, 7up അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈന് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഗ്ലാസ് കഴുകുന്നതും ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹലോ, വേണ്ട കപ്പലിലിരിക്കുന്ന ബ്രസീലുകാരനാണ് കേട്ടോ. ബ്രസീലുകാരൻ. വാട്ട് ഇസ് യുവർ നെയിം? Hickson from Brazil. Brazil. You football champion? Yeah, of course. ഓക്കെ ഗായ്സ്, ബ്രസീലാണേ. Yeah. ബ്രസീലുകാരൻ ഈ കപ്പലിരിക്കുന്ന പുള്ളിയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഏറ്റവും മണ്ടക്കത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പുള്ളിയാണ്. ഓക്കെ, നമ്മുടെ ചെറിയൊരു ഫുട്ബോൾ കോർട്ടാണ്. സാധാരണ ഒരു കോർട്ടിൻ്റെ ഒരു ഹാഫ് കോർട്ട് എന്ന് പറയാം. അത്രയും ആ ഒരു വലിപ്പത്തിലുള്ളതാണ്. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? അല്ല, ഇവിടെ ഗസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഗസ്റ്റിന് വേണ്ടിയിട്ട്. ഗസ്റ്റ് ഉപയോഗിക്കാത്ത ടൈമിൽ നൈറ്റ് ടൈമിലാണ് മെയിൻലി ഞങ്ങൾ ഉപയോഗിക്കാം. ക്രൂവിനുള്ളത് ഒരു രാത്രി 2 o'clock ശേഷം ക്രൂവിന് അലോഡ്. ഫുട്ബോൾ കോർട്ട്. അതവിടെ ഷവറ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കപ്പലിൽ ചുറ്റും വാഷ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കപ്പലിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാണാമോ? ഉണ്ടോ? അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മൊത്തം ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ കപ്പലിന് ചുറ്റും. ഞങ്ങൾ ഇന്ന് ലഞ്ച് ഷിപ്പേലാണ് കഴിക്കുന്നത്. ഞങ്ങൾ ഫുഡ് എൻജോയ് ചെയ്യാൻ പോവുക. നമുക്ക് എന്ത് ഇഷ്ടമുണ്ടെങ്കിലും അതെടുത്ത് നമ്മൾ കഴിക്കാം കേട്ടോ. നമ്മുടെ ബുഫേ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. നമ്മുടെ അറിയില്ല, നോക്കാം. ഷിപ്പിൽ ഇത് മൊത്തം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡിൻ്റെ കോർണറുകളാണ് കേട്ടോ. അത് മൊത്തം ഫുഡുകളാണ് കേട്ടോ. എല്ലാം ഓരോരുത്തർ കഴിക്കാനും എല്ലാവരും ഇരിക്കുന്നതായിട്ടുള്ള ഷിപ്പിലാണേ. നമ്മളൊരു ഹോട്ടലിനകത്ത് കയറുന്ന പോലെ തന്നെ ഇതുണ്ട്. ഷിപ്പിലെ ബീവറേജ്, വേറെ അകത്തുള്ള ബീവറേജ്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടോ. അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എടുക്കാം കണ്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ എന്താണോ, തണ്ണിമത്തങ്ങ, അത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം. അതാണ് ഇതിലെ കാര്യങ്ങൾ കണ്ടോ. ഓരോരുത്തർ എടുക്കുന്നതാണ്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ബുഫേ പോലെ തന്നെ അവരവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ വേണ്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇതാണ് ഷിപ്പിലെ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി തപ്പുമോ, ഇനി എന്തോ എടുക്കേണ്ടിയാണ്. എല്ലാവരും ഓരോരുത്തരും എടുത്തെടുത്ത് കഴിക്കുന്നു. ഞങ്ങളും കഴിക്കാൻ പോവാണ്. ഞങ്ങളും ഇനി എടുക്കാൻ പോവാണ്. എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്നാലും ഞങ്ങളിവിടെ ഇരുന്ന് ഞങ്ങളും കഴിക്കാൻ പോകാം കേട്ടോ. ഞങ്ങൾ ഫുഡ് എടുക്കാൻ പോവാണേ. അതെ, നമ്മളിതിപ്പോൾ ഇത് നേരത്തെ കപ്പലിനകത്ത് കയറാനായിട്ട് ബുക്ക് ചെയ്ത് ഇതെല്ലാം കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് നമ്മളിപ്പം ഇതിനകത്തുനിന്ന് കയറി. ഇപ്പോൾ ഇത് ഷിപ്പ് ഇപ്പം 4 മണി എടി 4 മണിക്കല്ലേ ഇത് പോകുന്നത്? 4 മണിയാകുമ്പോഴത്തേക്കും ഇത് പോകും. അപ്പം ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊന്ന് കയറി ഇതെല്ലാം പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. പാസ്സൊക്കെ എടുത്ത് നേരത്തെ പാസ്സിനെല്ലാം കൊടുത്ത് നമ്മുടെ ID കാർഡും പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളും എല്ലാം കൊടുത്ത് അങ്ങനെ കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുക്കാൻ കണ്ടോ. വേണ്ട, ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കേട്ടോ. ഞങ്ങളെ എടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. വേണ്ടേ, ഞാൻ എടുത്തിരിക്കുന്ന പോയിട്ട് എന്തൊക്കെയാ സാധനങ്ങളൊന്നും ചേർത്തില്ല. ഇതൊക്കെ ലാമ്പ്, പോർക്ക്, മറ്റേത് മറിച്ചതൊക്കെ ഉണ്ട്. രണ്ടാതെ ഇങ്ങനെ ഉള്ള ഫുഡുകളും കാര്യങ്ങളും എല്ലാം എടുത്തു കണ്ടോ. ഞങ്ങളിങ്ങനെ എടുത്തു. ഞങ്ങളിനി കഴിക്കാൻ പോകും കേട്ടോ. അപ്പം എല്ലാവർക്കും ഇങ്ങനെയുള്ള ഷിപ്പിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് എടുക്കുവാണേ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു വേണ്ടേ മോൾജി ഫ്രൂട്ട്സ് എടുക്കുകയാണ്. എടി 2 പാത്രത്തിനകത്ത് എൻ്റെയും കൂടെ എടുത്തു. കുറച്ചെടുത്താണ്. കുറേശ്ശെ എടുക്കും.
എന്നാ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ തപ്പി നടക്കുക നോക്കി നീ എന്താ എടുക്കേണ്ടതെന്ന് പറഞ്ഞുണ്ട്. അത് ഫ്രൂട്ട്സ് അല്ലടി. ആർക്കും എന്ത് വരുവീൻ എടുക്കുവീൻ ഇഷ്ടം പോലെ സാധനം വരുവീൻ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും. ഞങ്ങള് ഫുഡും എല്ലാം കഴിച്ച് ഫ്രൂട്ട്സും എല്ലാം കഴിച്ചു. വേണ്ട റോണി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു അനുഭവമായിരുന്നു. ഞങ്ങളിനി ഇതിനകത്ത് ഒന്ന് ഷിപ്പിൽ ഞങ്ങളിനി വെളിയിൽ ഇറങ്ങും. ഇപ്പം 4 മണിയാകുമ്പോൾ ഷിപ്പ് പോകണം. ഞങ്ങളിപ്പം ഷിപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോവുകയാണ്. ഷിപ്പിനകത്താണ് ഞാനിത് കാണിച്ചു തരാം. ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഫുഡും കാര്യങ്ങളും എല്ലാം കാണിക്കും. വയറ് നല്ലതായിട്ട് ഞാൻ ഈ വീഡിയോ ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഷിപ്പിലെ കാര്യങ്ങളാണ്. നല്ല കാറ്റ് നോക്കിയേ. ഇത് കണ്ടോടി, ഇത് മഴ പെയ്യുന്നതാണോ ഇത്? റോണി, ഇത് മഴ പെയ്യുന്നതാണോ ഇത്? ഗ്ലാസ് ഇറങ്ങുവാണ്. ഇതുണ്ടോ, ആൾക്കാരെല്ലാം ഇവിടെ ഇരിക്കുന്നുള്ളൂ. ഷിപ്പിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഞങ്ങളിങ്ങനെ പോവാ. കണ്ടോ, ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി വെച്ചുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു കേട്ടോ. ഞങ്ങൾ ഷിപ്പിനകത്ത് ഇറങ്ങുവാണ്. ഇതിനകത്തൊക്കെ ഓരോരുത്തരൊക്കെ വീട്ടുകാരും അവരൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെ കണ്ടോ. കൊച്ചുപിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. രസമുണ്ടോ നോക്കിയിട്ടുണ്ട്. ഇന്ന് ഇത് വെള്ളിയാഴ്ച. നാളെ ശനിയാഴ്ച. ക്രൂയിസിലാകുമ്പോൾ ഷിപ്പിലാകുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു ക്രൂയിസ് 2 ദിവസങ്ങളല്ല നോക്കുന്നത്. ഇപ്പം ഓരോ പോട്ട് ഇന്ന ദിവസം ഇന്ന പോട്ട് ഇന്നാണെങ്കിൽ വലേറ്റാണ്, നാളെ എക്സി, മറ്റന്നാള് ബാർസലോണ. നമുക്ക് എപ്പോഴും ദിവസങ്ങളെക്കാളും കൂടുതൽ നമ്മൾ പോർട്ട് ഇന്ന ദിവസം ഏത് പോർട്ടാണ് അങ്ങനെ ഒരു. അപ്പൊ നമുക്ക് ദിവസങ്ങളും മാസങ്ങളും ഒന്നുമില്ല. ഇന്ന് ഇത്രാം തീയതിയാണ്, നാളെ ഇത്രാം തീയതിയാണെന്നൊന്നും നമുക്കില്ല. ഓക്കെ. അപ്പൊ ഗായ്സ് ഞങ്ങൾ കണ്ടോ, ഈ ഷിപ്പേന്ന് ഞങ്ങൾ ഇറങ്ങി വന്നു. ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. ഞങ്ങളിനിയിപ്പം റോഡി ഞങ്ങളെ കൊണ്ട് വിടാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഞങ്ങളിനിയും വേണ്ടേ ഷിപ്പിലൊക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനൊക്കെ നിൽക്കുന്നതൊക്കെ കാണാമോ? സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, എല്ലാവരും ഷിപ്പിൽ കയറാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. കണ്ടോ, ഷിപ്പിലോട്ട് കയറാൻ പോകുന്ന ആൾക്കാരാണ്.